ഹായ് മച്ചാന്മാരെ, അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ ഫ്രീ ഫയർ ആണ്. നമ്മൾ ലോൺ വോൾഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളെ സാധനം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നൈസ് ഒരു പ്ലെയറാണ് എതിരി വന്നിരിക്കുന്നത്. ഫസ്റ്റ് P90 സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ റഷ് ചെയ്തവനെ അടിക്കാൻ നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ നൈസിന് റഷ് ചെയ്ത് കയറി അവനെ കാച്ചാൻ പോകണം. ഗൈസ് നമുക്ക് നേടൊന്ന് ഹുക്ക് ചെയ്ത് വിടാം. അപ്പോൾ അവനത് വീഴുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഡാമേജ് കിട്ടും. നമുക്ക് നോക്കാം ഗൈസ്. അവൻ ചാടി വരും. നമുക്ക് ഗ്ലൂ ഇട്ട് പതുക്കെ അടിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പതുക്കെ നോക്കുവാണ്. അവൻ അവിടെ നിന്നു ഗൈസ്. നമുക്ക് സ്കോപ്പ് ഇട്ടിട്ട് അവനെ ഒന്ന് എയിം ചെയ്യാൻ പോകും ഗൈസ്. കിട്ടുന്നില്ല. സ്നേക്സിന് ബാക്കി കൂടെ പോയിട്ട് വയ്ക്കാം. കുറച്ച് ഡാമേജ് എടുത്തിട്ടുണ്ട്. ഒരു ഹെഡ് ഷോട്ട് അടിച്ച് അവനെ കാച്ചി പിടിച്ചിട്ട് ഗൈസ്. ഫസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവനെ നോക്കാം. അവനിതാ അങ്ങനെ നിൽപ്പുണ്ട്. ഇതുകൊണ്ടായിരിക്കണം ഗൈസ്. ഒരു 87 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ബുള്ളറ്റ് കാര്യം കഴിഞ്ഞു. അവൻ്റെ ഹെഡ് ഷോട്ട് അടിച്ച് തന്നെ അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഞാനിവിടെ ഡെസേർട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് 1 ടാപ്പൊക്കെ നമുക്ക് അടിക്കാം. പിങ്ങിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. നമുക്ക് നൈസ് ഡെസേർട്ട് ഇട്ട് അവനെ എങ്ങനെയും അടിച്ച് ഇടാൻ നോക്കാം. അപ്പോൾ നമ്മളകത്തോട്ട് റഷ് ചെയ്ത് കയറുകയാണ് ഗൈസ്. അപ്പോൾ പതുക്കെ കയറിയപ്പോൾ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട് നോക്കിയപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഒരു ബുള്ളറ്റ് കൊടുത്ത് കയറിയില്ല. പിന്നെ ഒരു ബുള്ളറ്റ് കൊടുത്ത് കയറിയില്ല. അപ്പോൾ ഞാൻ കവർ എടുക്കാൻ നോക്കിയപ്പോൾ നൂബാക്കിയിട്ട് വന്നു. അപ്പോഴേ കൊടുത്തൊരു 1 ടാപ്പ്. അങ്ങനെ അവനെ ഫിനിഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഗൈസ് 3rd റൗണ്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ റഷ് ചെയ്ത് കയറി. എങ്ങ് നോക്കാൻ നേരെ കയറിയപ്പോൾ അവനവിടെ ഉണ്ടായിരുന്നു. അവൻ ചാടി. അവന് ഒരു വണ്ടാ കൊടുക്കാൻ നോക്കി കയറിയില്ല. അവൻ അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഒറ്റ ഉള്ളിട്ട് അവനെ ഹിറ്റോട്ട് തന്നെ കൊടുത്ത് അവനെ കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ 4ാമത്തെ റൗണ്ടിൽ വിക്ടറി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റൗണ്ട് ഒരു പോയിൻ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ബി അടിക്കാം. പക്ഷേ ഇപ്പോഴാണ് ഗൈസ് കളി കൈവിട്ട് പോയത്. അവൻ ആദ്യം AW എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. AW എടുത്തെന്ന് പറഞ്ഞ് കളി എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് നിന്നപ്പോൾ ഡബിൾ വെക്ടറാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയും കുത്തി പിടിച്ചെടുക്കായിരുന്നു. പിന്നെ നടന്നത് നിങ്ങൾ കണ്ടോ ഗൈസ്. ഞാൻ വിചാരിച്ചു ബോംബിട്ടപ്പോൾ അവനത് കൊണ്ടുവന്നു. അവനാണെങ്കിൽ എനിക്ക് നല്ല ഹെഡ് വന്നു. ഡബിൾ വെക്ടർ കൊണ്ട് അവൻ്റെ ക്യാരക്ടർ സ്കില്ല് കാരണം എനിക്ക് കുറച്ച് HP ഉള്ളതുകൊണ്ട് ആ ക്യാരക്ടർ സ്കില്ല്. പക്ഷേ നമുക്ക് അടുത്ത റൗണ്ട് പിടിക്കാന്ന് പറഞ്ഞാൽ അടുത്ത റൗണ്ട് പോയപ്പോൾ അടുത്ത റൗണ്ടിൽ ഇതേ സംഭവം. അപ്പോഴേ ഞാൻ ഒരു ഗ്ലൂ ഇട്ട് കവർ എടുത്തിട്ട് ഫ്രണ്ടിലൂടെ അവനെ അടിക്കാൻ കുറച്ച് ഹെഡ് ലോക്കായില്ല. ഗ്ലൂവും വീണില്ല. പിന്നെ അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഗ്ലൂ ഇട്ട് പിടിച്ചിട്ടടിക്കാൻ നോക്കുമ്പോൾ അവൻ ആ ഗ്ലൂ എടുത്ത് പിടിക്കേണ്ടിയിരുന്നു. അതിൻ്റെ ഇടക്കൂടെ കയറിച്ച് അന്ന് അവനെ അടിക്കാൻ നോക്കിയതാ. അവൻ എന്നെ കണ്ട് സൈഡിൽ കൂടെ ഒന്ന് കുത്തി അങ്ങ് കുത്തി. എൻ്റെ വെസ്റ്റും പൊട്ടി ഞാനും പൊട്ടി. പിന്നെ അടുത്ത റൗണ്ട് ഞാൻ എന്ത് ചെയ്യാൻ വിചാരിച്ചിരുന്നു. പിന്നെ എൻ്റെ ചൂസിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ നേരെ SVD എടുക്കാമെന്ന് വിചാരിച്ച് SVD എടുത്തു. അത് ഞാനിങ്ങനെ നോക്കി കയറി ചെന്ന് അവനവിടെ നിൽപ്പുണ്ട്. മുകളിലുണ്ടെന്ന് പറഞ്ഞ് ചാടിയൊക്കെ നോക്കി. അവിടെ ഇല്ല. അപ്പുറത്തെ സൈഡിലാന്ന് കൺഫേം ആക്കിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അവൻ അപ്പുറത്തെ സൈഡിലാന്ന് മനസ്സിലായപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് അവൻ ഇറങ്ങുന്ന നേരെ വെയിറ്റ് ചെയ്തു ഗൈസ്. എനിക്കറിയായിരുന്നു അവൻ അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഒരു ഫയർ കൊടുത്തു. അപ്പോഴേ അവനെ എനിക്ക് തിരിച്ചടിക്കാൻ ചാടി. അപ്പോഴേ ഞാൻ ഒരു 1 ടാപ്പ് കൊടുത്ത് കളി ഫിനിഷ് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ ബി അടിച്ചിരിക്കുന്നു.